ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ യു ഡി എഫ് ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് 100% ജയിച്ചിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ ഒരു പതനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലല്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് എൽ ഡി എഫിൻ്റെ തകർച്ചയാണ്, എൽ ഡി എഫ് ഇതോടെ തീർന്ന്, എൽ ഡി എഫ് മരിച്ചു കഴിഞ്ഞു. ഒരു തേങ്ങയില്ല. തുടർഭരണം, അതായത് 10 വർഷം തുടർഭരണം ഭരിച്ച ഒരു പാർട്ടി അടുത്ത് തുടർഭരണം വരെ ജനവിധിയാണ്. ജനങ്ങൾക്ക് ആഗ്രഹം വന്നില്ല ഇരിക്കാം. പിന്നെ അത് മാത്രമല്ല, എൽ ഡി എഫിൻ്റെ ഒരുപാട് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇത്തവണ പിണറായി വിജയൻ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഫീൽ പറഞ്ഞത്. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തവണ കാരണം 2 തവണ 10 വർഷം ഭരിച്ചതല്ലേ, ഇത്തവണയും നമ്മളെ പാർട്ടിക്കാർ അല്ലെങ്കിൽ നമ്മളെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നുണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ വിശ്വാസമാണ്. ഇതിൽ പകുതിയുള്ള പേർക്ക്, ഒരുപാട് പേർക്ക് ചോർന്നു പോയി, ഒരുപാട് പേര് മാറ്റിക്കൊത്തിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വേറെ ഒരു പാർട്ടി പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നവർക്ക് ഫീൽ ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കാം യു ഡി എഫ് വരും എന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്ന രീതിയിൽ യു ഡി എഫ് കയറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP തന്നെയാണ്. അത് അങ്ങനെ അല്ല എന്ന് കോൺഗ്രസ് തെളിയിക്കുകയില്ലേ നമുക്ക് കണ്ടു നോക്കാം. കാരണം ഒരുപാട് പേര് കോൺഗ്രസിൽ നിന്ന് പോയവരുണ്ട്, പല പാർട്ടികളിലും കമ്മ്യൂണിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇന്നേ വരെ അധപതനം എന്നുള്ള രീതി പോയിട്ടില്ല. കാരണം ഇത്തവണ യു ഡി എഫ് കയറിയില്ലായിരുന്നെങ്കിൽ 100% യു ഡി എഫ് എന്ന് പറഞ്ഞ പാർട്ടി കാണൂലായിരുന്നു. അത് യു ഡി എഫ് പാർട്ടിയിലുള്ള പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ഇത്തവണ അവർ ജയിച്ചത് അവർക്കൊരു ലോട്ടറി വേണം. കാരണം കിട്ടാതെ കിട്ടിയതല്ലേ, അവരാഘോഷിക്കട്ടെ. അടുത്ത 5 വർഷം 100% എൽ ഡി എഫ് ഇപ്പോൾ ഉണ്ടായ തെറ്റുകൾ തിരുത്തി പൂർവാധിശക്തിയോടെ തിരിച്ചു വരുന്നത് നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ട്.